സൂറത്തു യാസീനിലെ ഈ ആയത്തൊന്ന് നമുക്ക് അർത്ഥം പരിശോധിക്കാം. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, വംതാസു നിങ്ങൾ ഒറ്റപ്പെടൂ, അൽ യൗം ഇന്ന ദിവസം, അയ്യുഹൽ മുജ്രിമൂൻ ഓ മുജ്രിമീങ്ങളായ ആളുകളെ, അക്രമകാരികളായ ആളുകളെ, അലം അഹദിയിലേക്കും നിങ്ങളേക്ക് നാം വാഗ്ദത്തം ചെയ്തിരുന്നില്ലേ, യാ ബനി ആദം ആദമിൻ്റെ മക്കളെ, അല്ലാ തഅബ്ദു ഷൈത്താൻ, ഷൈത്താനെ നിങ്ങൾ ആരാധിക്കൽ എന്ന് പറഞ്ഞാൽ ഷൈത്താൻ നിങ്ങൾ വഴിപ്പെടൽ, അങ്ങനെ വഴിപ്പെടാതിരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നില്ലേ, ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, തീർച്ചയായിട്ടും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. അവൻ വ്യക്തമായ ശത്രുവാണ് എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ അവനെ പിൻപറ്റി ജീവിച്ചു. ഞാൻ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിരുന്നില്ലേ. വാൻ ഇഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, വാൻ തീർച്ചയായിട്ടും കാര്യം ഇഅ്ബുദൂനി എന്നെ നിങ്ങൾ ആരാധിക്കൂ, ഹാദാ ഇത്, സിറാത്തും മുസ്തഖീം ഇതാണ് ചൊവ്വായ റൂട്ട്, ചൊവ്വായ പാത ഇതാണ്. എന്നിട്ട് നിങ്ങൾ എന്നെ വഴിപ്പെടാതെ പിശാചിന് വഴിപ്പെട്ടില്ലേ. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ, തീർച്ചയായിട്ടും അവൻ നിങ്ങളിൽ നിന്നും ധാരാളം സൃഷ്ടികളെ പഴപ്പിച്ചിട്ടുണ്ട്. അഫലം തകൂനു തഅഖലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ. ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ, ഇത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നരകമാണ്. ഇസ്ലൗഹൽ യൗമ, ഇന്ന ദിവസം നിങ്ങൾ ഇതിൽ പ്രവേശിച്ചോളൂ. ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ നിഷേധിച്ച ഒന്ന് കാരണമായിക്കൊണ്ട് നിങ്ങൾ നരകത്തിൽ പ്രവേശിച്ചോളൂ. പിശാച് നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ നരകത്തിൽ കടത്താൻ വേണ്ടിയാണ്. അവൻ വ്യക്തമായ ശത്രുവാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അവൻ ശത്രുവാണെന്നറിഞ്ഞിട്ട് പോലും അവൻ്റെ ശത്രുത നമ്മൾ മനസ്സിലാക്കാതെ അവനെ കൂട്ടാളികളാക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു നഷ്ടമാണ്. അതുകൊണ്ട് നമ്മുടെ ശത്രുവായ പിശാചിനെ നമുക്ക് എതിരായി ജീവിക്കണം. അതിനു വേണ്ടി നാം ചെയ്യേണ്ടത് ധാരാളം ദിക്റുമായി ബന്ധപ്പെട്ട് ജീവിക്കലാണ്. അവസരോചിതമായിട്ടുള്ള ദിക്റുകൾ ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുമ്പോൾ പിശാച് ഈച്ചയെ പോലെ ചെറുതാകുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ കയറുമ്പോൾ, ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങി അവസരോചിതമായ ദിക്റുകൾ ഏർപ്പെടുമ്പോൾ പിശാചിനത് വളരെ പേടിയാണ്. അവൻ അകന്നിരിക്കും. ഖുർആനിൽ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ദിക്റിനെ വിട്ട് ജീവിക്കുമ്പോൾ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ അവൻക്ക് പിശാചിന് അധികാരം ഏൽപ്പിച്ചു കൊടുക്കും. അവൻ്റെ ആധിപത്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് അള്ളാഹു തആല പറയാണ്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, ഇന്ന ദിവസം നമ്മൾ സീൽ വെച്ചിരിക്കുന്നു അവരുടെ വായകളുടെ മേലിൽ. വതുകല്ലിമുനാ അയ്ദീഹിം, അവരുടെ കൈകൾ സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, കാലുകൾ സാക്ഷി നിൽക്കും. ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്ത ഓരോ കാര്യങ്ങൾ കൊണ്ട്. ഓരോ കാര്യങ്ങൾ കാലുകൾ സാക്ഷി നിൽക്കുക, കൈകൾ സംസാരിക്കുക.